സ്ത്രീകൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നും ആർത്തവ സമയത്ത് ഇഹ്റാമിൽ എന്തെല്ലാം ചെയ്യണം ചെയ്യാതിരിക്കണം, ഉംറ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാമുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ പറയാം, ആർത്തവം ഇഹ്റാമിന് ഒരു തടസ്സമല്ല. ഇഹ്റാം ചെയ്യുന്നതിന് ആർത്തവക്കാരിക്ക് യാതൊരു വിലക്കുമില്ല. എന്നാൽ ഹറമിൽ പ്രവേശിക്കാനോ തവാഫ് ചെയ്യാനോ ആർത്തവക്കാരിക്ക് പാടുള്ളതല്ല. ഖുർആൻ ഓതാനോ നിസ്കരിക്കാനോ പാടില്ല. ദിക്റുകളും ദുആകളും തൽബിയത്തും ധാരാളം ചൊല്ലുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ സഹി ചെയ്യുന്നതിനും ആർത്തവക്കാരിക്ക് യാതൊരു തടസ്സവുമില്ല. കുളിച്ച് ശുദ്ധിയായതിനു ശേഷം തവാഫ് ചെയ്യാവുന്നതാണ്. ഇനി വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഇഹ്റാമിന് പ്രത്യേക വസ്ത്രധാരണമില്ല. മുഖവും മുൻകൈയും ഒഴികെ ശരീരഭാഗം മുഴുവനായും മറയുന്ന, ശരീരത്തിൻ്റെ രൂപഭംഗി എടുത്ത് കാണിക്കാത്ത അല്പം അയഞ്ഞ വസ്ത്രങ്ങളാണ് വേണ്ടത്. ഇളം നിറങ്ങളിലുള്ള കോട്ടൺ പോലുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക. കുങ്കുമവർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ കഴിയുന്നതും ധരിക്കാതിരിക്കണം. അതുപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുൻപായി മുടി നല്ല ഭദ്രമായി കെട്ടി സൂക്ഷിച്ചു വെക്കണം. മുടി കൊഴിയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നഖം മുറിക്കാനും പാടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെടുകയോ വികാരപരമായി പെരുമാറുകയോ ചെയ്യരുത്. ഹജ്ജിനായാലും ഉംറക്കായാലും ഇതേ നിയമങ്ങൾ തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കുമുള്ളത്. തവാഫും സഹിയും പൂർത്തിയായി കഴിഞ്ഞാൽ മുടി മുറിച്ച് തഹല്ലുലാവാം. സ്ത്രീകൾ മുടി മുറിക്കുമ്പോൾ ഒരു വിരൽത്തുമ്പിൻ്റെ നീളത്തിൽ അഗ്രഭാഗത്ത് നിന്ന് മാത്രമാണ് മുറിച്ച് കളയേണ്ടത്. ഏതെങ്കിലും കുറച്ച് ഭാഗത്ത് നിന്നെടുത്ത് മുറിച്ചാലും മതി. ഇനി ഇഹ്റാമിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ഹജ്ജും ഉംറയും സ്വീകരിക്കട്ടെ. ഇനി ഹജ്ജിനും ഉംറക്കും പോകാനുള്ളവർക്ക് അല്ലാഹു എല്ലാ തൗഫീഖും കൊടുക്കട്ടെ. ആരോഗ്യവും ആയുസ്സും സമ്പത്തും സൗഭാഗ്യങ്ങളും കൊടുക്കട്ടെ. എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു നൽകട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.